ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ആരും അറിഞ്ഞ് ലഭിച്ചതല്ല നമുക്ക് ഈ മതം. നമ്മുടെ മാതാപിതാക്കൾ ആ മതത്തിലായതുകൊണ്ടാണ് ഏതാണ്ട് 99% ആളുകളും ആ മതത്തിലായത്. ഇനിയിപ്പോ എന്റെ വാപ്പച്ചി ഉമ്മച്ചിയും ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നെങ്കിൽ ഞാൻ ആ മതത്തിലാകുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. പിന്നീട് എന്നാൽ വളരെ ചെറിയ തുച്ഛം ശതമാനം ആളുകള് അവരാഗ്രഹിച്ച് സ്വീകരിക്കുന്ന മതങ്ങളുമുണ്ട്. എന്നാൽ ഒരാള് മതം ഉപേക്ഷിക്കുന്നത് പഠിച്ചിട്ട് തന്നെയാണ്. ശരിക്കും എൻ്റെ പൊതുജീവിതത്തിന് മതം ആവശ്യമാണോ അല്ലേ എന്ന് വളരെ നന്നായി മനസ്സിലാക്കി. 1, 2, അവന്റെ മതത്തിലെ, ഞാൻ വിശ്വസിക്കുന്ന ജനാധിപത്യ രാജ്യത്തില് എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായ ആശയങ്ങൾ അതിലുണ്ടോ? മതത്തില് മാനവികതയുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ എനിക്ക് വിശ്വസനീയമാണോ? ഇതൊക്കെ നോക്കി തന്നെയാണ് ഒരാള് മതം ഉപേക്ഷിക്കുന്നത്. അപ്പോ സമാധാന മതത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവൻ പറയും, എന്തുകൊണ്ടാണ് ഞാൻ ഈ മതം ഉപേക്ഷിച്ചത്, എങ്ങനെയാണ് എന്റെ തലയിൽ ഈ മതം ചാർത്തപ്പെട്ടത്, എത്രമാത്രം മുസ്ലിം വിശ്വാസികളാണ് എന്താണ് അടിസ്ഥാന ഇസ്ലാമിന്റെ തത്വം എന്ന് പോലും അറിയാതെ ഇസ്ലാമിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു. തനിക്കെതിരെ തന്നെയുള്ള ധാരാളം ആശയങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അമുസ്ലിങ്ങളും അതിനെ വ്യാഖ്യാനിക്കാനും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഇസ്ലാമിനെ മേന്മപ്പെടുത്താനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, മേന്മയുള്ളതാണെങ്കിൽ, അതിന് ഓൾറെഡി മഹത്വം ഉള്ളതാണെങ്കിൽ മഹത്വം അതിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നമുക്ക് ചുറ്റും ധാരാളം മതങ്ങളുണ്ട്, ഒരുപാട് മതവിശ്വാസങ്ങളുമുണ്ട്. നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വമാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവുകളില്ലാതെ ഞാനും മനുഷ്യൻ, അവനും മനുഷ്യൻ. എന്റെ വേദനയും വിശപ്പും ഒന്നുപോലെ, അവന്റെ വേദനയും വിശപ്പും ഒന്നുപോലെ. അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കാതെ നമ്മുടെ സുഹൃത്തുക്കളെ പോലും മതത്തിന്റെ അളവുകോലിട്ടാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു ജനാധിപത്യം ഉണ്ടാകുന്നത്? ഇപ്പോ നമ്മൾ കണ്ടു, 18 വയസ്സുള്ള ഒരു യുവാവിന്റെ മാതാവ് മരിച്ചു. അപ്പോൾ അവനെ ആരൊക്കെയോ ക്യാൻവാസ് ചെയ്തു, കൺവിൻസ് ചെയ്തു, ബ്രെയിൻ വാഷ് ചെയ്തു, ഇസ്ലാമാണ് ശരിയെന്ന് പറഞ്ഞ് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു. എന്നിട്ട് അവൻ തന്നെ സ്വന്തമായി ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടി പൊട്ടിത്തെറിക്കാൻ പോകുകയാണ്. അപ്പം ഇറാഖിലേക്കാണ്. എന്ത് കിട്ടും പൊട്ടിത്തെറിച്ചാൽ? എനിക്ക് സ്വർഗം ലഭിക്കും. അവൻ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എനിക്ക് ജന്ന വേണം, സ്വർഗം വേണം. എന്താണ് സ്വർഗത്തിലുള്ളത്? ആ 72 ഹൂറികൾക്ക് വേണ്ടി ഒരു 18കാരൻ പൊട്ടിത്തെറിക്കുവാണ്. ഒരു വിഭാഗം ആളുകൾ മലദ്വാർ ഗോൾഡാണ് ഇവിടെ ഞെക്കിപ്പിഴിഞ്ഞിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മറ്റൊരു വിഭാഗം പാകിസ്ഥാനിൽ നിന്നും മറ്റും ആയിരക്കണക്കിന് രൂപയുടെ, മില്യൺ കണക്കിന് ഡോളറിന്റെ, ബില്യൺ കണക്കിന് ഡോളറുകളുടെ കള്ളപ്പണവും കള്ളനോട്ടുകളും മയക്കുമരുന്നുകളും ഒക്കെ ഈ നാട്ടിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം ആളുകളാണെങ്കിൽ ബഹുഭാര്യത്വം വേണം, യഥേഷ്ടം വിവാഹമോചനം നടത്താനുള്ള റൈറ്റ്സും വേണം. ഇനി ഒരു വിഭാഗം ചതിയും വഞ്ചനയും കൊള്ളയും കൊലയും മറ്റുള്ളവരെ വെറുക്കാനും ഒക്കെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സ്വന്തം കൂടപ്പിറപ്പാണ് ഈ മതത്തിൽ നിന്ന് വിട്ടുപോയതെങ്കിൽ പോലും അവരോട് ക്ഷമിക്കാൻ തയ്യാറാകാതെ, ഒരു വാക്ക് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ അവരെ വെറുത്ത് അകറ്റി നിർത്താനാണോ നിങ്ങളുടെ സമാധാന മതം പഠിപ്പിക്കുന്നത്? ഇനിയിപ്പോ ഞാൻ വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. ഞാൻ ഈ മതത്തിന്റെ മാനവിക വിരുദ്ധതകൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ മാറി. എനിക്ക് നരകം കിട്ടിയാൽ അങ്ങ് കിട്ടിക്കോട്ടെ. അത് ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വിശ്വാസികളാണോ? എന്നെ വിശ്വാസികൾ വെറുക്കാൻ എന്താണ് കാരണം? എന്റെ കൂടപ്പിറപ്പുകൾ സഹിതം വെറുക്കാൻ എന്താണ് കാരണം? നിങ്ങൾക്കാരെങ്കിലും സ്വർഗം തരാമെന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ എനിക്ക് നരകം കിട്ടുന്നതിൽ നിങ്ങൾ എന്നോട് ദേഷ്യം കാണിക്കണം? ഇത് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഖുർആനും ഹദീസും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് നരകം കിട്ടുന്നതിനെ കുറിച്ച് അവരാരെങ്കിലും വിഷമിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാണ് അവർക്ക് എന്നോട് ഇത്രമാത്രം ദേഷ്യം? അള്ളാഹുവിനെ റസൂലിനെ വിമർശിക്കുന്നു. ശരി, അവര് വിമർശനങ്ങൾക്ക് അതീതരല്ലോ. പല ആളുകളെയും തന്തയ്ക്ക് വിളിക്കുന്ന, തെറി വിളിക്കുന്ന ആളല്ലേ പടച്ചോൻ. പല ആളുകളെയും ക്രൂരമായി വെട്ടിക്കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും വെട്ടിക്കൊന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആളല്ലേ പ്രവാചകൻ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. സൃഷ്ടാവ് പ്രിയപ്പെട്ടവനാണ്, പ്രവാചകൻ അതിനേക്കാൾ പ്രിയപ്പെട്ടവനാണ്, കുഴപ്പമില്ല. അപ്പോ ഖുർആനിലും ഹദീസിലും ഉള്ളത് എന്താണ് എന്ന് പറഞ്ഞ ഞാനാണ് മോശക്കാരി അല്ലേ? അപ്പോ എന്നോട് നിങ്ങൾക്കുള്ളത് സ്നേഹമാണോ വെറുപ്പാണോ? വെറുപ്പാണ്. എന്തുകൊണ്ടാണ്? ഖുർആനിൽ ഹദീസിലും ഉള്ള വസ്തുതകൾ പറയുന്നു. അള്ളാഹുവിനെയും റസൂലിനെയും വിമർശിക്കുന്നു. അപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹുവും റസൂലും ആരെയെങ്കിലും വിമർശിക്കുന്നുണ്ടോ? ആരെയെങ്കിലും തന്തയ്ക്ക് വിളിക്കുന്നുണ്ടോ? കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ടോ? നിരപരാധികളുടെ പോലും തലയെടുക്കാൻ, കാരണം അവൻ അമുസ്ലിം ആണെങ്കിൽ ജാതിയും മതവും നോക്കി നിന്റെ അടുത്ത് താമസിക്കുന്നവന്റെ പിരടിക്ക് വെട്ടിക്കൊല്ലാൻ പറയുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുമ്പിലുള്ള ഗ്രന്ഥം ഒന്ന് തുറന്നു നോക്കണം. അപ്പോ ഈ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും പിൻപറ്റാൻ പറ്റുമോ? നമ്മൾ യുക്തിപരമായി ആനുകാലികമായി ഈ സാഹചര്യത്തില് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിശ്വസിച്ചോ? വിശ്വാസപരമായി തന്നെ ചിന്തിച്ചോ? ഒരു മനുഷ്യന്റെ സ്വതന്ത്ര ചിന്ത ലിമിറ്റില്ലാതെ പോട്ടെ. ശാസ്ത്രീയമായതോ ആധുനികമായതോ ജനാധിപത്യമായതോ മനുഷ്യത്വപരമായോ ഒന്നും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഇല്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. പോട്ടെ, ഇവിടെ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ: എന്താണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ സാധിക്കുന്നത്? ഇനിയിപ്പോ നമുക്ക് കാണാൻ സാധിക്കും, ഈ പ്രവാചകനേക്കാൾ എത്രയോ മഹത്വമുള്ള സ്വഭാവത്തിനുടമയാണ് നമ്മളിൽ ഓരോരുത്തരും. നമ്മളിൽ ആരുടെയും അപരന്റെ സ്വത്തുക്കൾ അപഹരിച്ചിട്ടില്ല, അപരന്റെ ഭാര്യയെ അപഹരിച്ചിട്ടില്ല, ചെറിയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒന്നും പിടിച്ചു കെട്ടി അടിമകളാക്കിയിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, കഴുത്ത് മുറിച്ചിട്ടില്ല, ആരുടെയും സമ്പത്ത് കൊള്ളയടിച്ചിട്ടില്ല, കയ്യും കാലും ഛേദിച്ച് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് പൊരിവെയിലെത്തിട്ട് ഒരു മനുഷ്യനെയും നമ്മളാരും കൊന്നിട്ടില്ല. ചെറിയ കുഞ്ഞിനോട് പോലും നമുക്കാർക്കും കാമം തോന്നിയിട്ടില്ല. ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ കുഞ്ഞുങ്ങളായി തന്നെ കാണാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കാറ്. അങ്ങനെയാണെങ്കിൽ ആ ലോക ചരിത്രങ്ങള് ഒന്നാം സ്ഥാനക്കാരനായി മൈക്കിൾ ചാർട്ടിനെ പോലെയുള്ള ആൾ എഴുതിയ ആ വ്യക്തിത്വത്തെക്കാൾ എത്രയോ മഹത്തായ സ്വഭാവത്തിനുടമകളാണ് ഇന്ന് ജീവിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും. അപ്പോ ഈ ഇസ്ലാമിക ഗ്രന്ഥം എന്ന് പറയുന്ന, ദൈവിക വചനങ്ങൾ എന്ന് പറയുന്ന ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, പ്രവാചകന് ദൈവികമായിട്ടുള്ള വെളിപാട് ലഭിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഗ്രന്ഥം ഒന്ന് തുറന്നു നോക്കണം. അന്ധമായി നമ്മൾ ഒന്നിനെയും പിൻപറ്റാൻ പാടില്ലല്ലോ, ഒന്നിനെയും വിമർശിക്കാനും പാടില്ല. അപ്പൊ അതിനകത്തുള്ളത് എന്താണ്, പ്രത്യേകിച്ച് ആ ഗ്രന്ഥത്തിനകത്തുള്ള ആശയങ്ങൾ എന്താണ് എന്ന് കൂടുതൽ ആളുകൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ അതിന്റെ സാധ്യതകളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും അവരുടെ വിമർശനങ്ങളും അവരുടെ ബോധ്യങ്ങളും പബ്ലിക്കിലൂടെ അവർ രേഖപ്പെടുത്തുന്നുണ്ട്, ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അപ്പോ ഒരുപാട് നിരപരാധികളായ ആളുകളുടെ ചോര ഇസ്ലാമിൽ പുരണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇത് മനസ്സിലായിട്ട് പോലും പലപ്പോഴും ഇതിനെ തുറന്നു പറയാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുന്നില്ല. കാരണം ഈ മതം സമാധാന മതമായതുകൊണ്ട് തന്നെയാണ്. സമാധാനത്തിന്റെ വക്താക്കൾ പിന്നീട് അവരെ വച്ചേക്കത്തില്ലല്ലോ, ഐക്യം വേണ്ടേ, ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണ്ടേ. എന്നാൽ ഇത്രയധികം ക്രൂരത മറ്റേതെങ്കിലും മതത്തിലുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. അപ്പോ നമ്മള് വിശ്വസിക്കുന്നു, പിൻപറ്റുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ഒക്കെ ശരിയാണ്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്. മറ്റു മതങ്ങൾ നൽകിയ സംഭാവനകളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ കമ്പയർ ചെയ്യണ്ട. ഈ ലോക ജനതയ്ക്ക് മുഴുവനും മാതൃകാ പുരുഷനായി അവതരിച്ച ഈ പ്രവാചകൻ ഈ മനുഷ്യകുലത്തിനെ മാതൃകയാക്കാൻ ഈ ലോകത്ത് ഉപേക്ഷിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്? അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഏതെങ്കിലും പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ടോ?
നിങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ പോകൂ, പഠിക്കൂ, മനുഷ്യന് നന്മ ചെയ്യൂ, മനുഷ്യനെ പരസ്പരം നിങ്ങൾ സ്നേഹിക്കൂ. ഉണ്ടോ? വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടെത്താൻ. അപ്പോ ഇസ്ലാം മതം ലോക ചരിത്രങ്ങളിൽ വരുന്ന തലമുറയ്ക്ക് ഉപേക്ഷിച്ചിട്ട് പോയ മാർഗദർശനങ്ങൾ എന്തൊക്കെയാണ് ഖുർആനിലൂടെ എന്ന് നമ്മളൊന്ന് പഠിക്കണം. ഇസ്ലാം മനുഷ്യകുലത്തിനു വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ? മനുഷ്യകുലത്തിനു വേണ്ടി എന്തെങ്കിലും മാനവികമായ ദർശനങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ? ഇസ്ലാമിന്റെ വികാരം വ്രണപ്പെട്ടാൽ പ്രവാചകനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ ഖുർആനിലോ ഹദീസിലോ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അതിനെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത് തീവ്രവാദം എന്നാണ്. അന്യമതസ്ഥരുടെ വികാരം വ്രണപ്പെടാൻ പാടില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു വികാരമില്ല. അന്യമതങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന്റെ കോൺസെപ്റ്റിൽ തെറ്റാണല്ലോ. അതുകൊണ്ട് അവരുടെ വികാരത്തിന് യാതൊരു വിലയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വളരുന്നു എന്ന് മുസ്ലിങ്ങൾ അഭിപ്രായപ്പെടുന്നു, അവകാശപ്പെടുന്നു. ആയിക്കോട്ടെ, വളർന്നോട്ടെ. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വളരുന്നു. ഇന്ന് ഏതൊരു വീട്ടിൽ പോയാലും ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാവില്ലേ? അതൊരു പുരോഗതിയാണോ? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോ ഇസ്ലാം മതത്തെ, ഇതിന്റെ തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഇസ്രായേൽ പോലെ. എന്നാൽ പ്രവാചകൻ കണ്ണു തുറന്നു നോക്കിയപ്പോ മുതൽ ജൂതന്മാരെ ശപിച്ചിട്ടേ ഉള്ളൂ. ആ ജൂതനാണ് ഇന്ന് ലോക ചരിത്രങ്ങളിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പോലും ജൂതന്റെ തലച്ചോറാണ് ഇതിന് പിന്നിൽ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയത്ത് തന്നെ ചർച്ച ചെയ്യാവുന്ന പ്ലാറ്റ്ഫോമുകൾ, ലോകത്തിന്റെ ഏതു കോണിലുമുള്ള ആളുകളെ കണ്ടെത്താനുള്ള പ്ലാറ്റ്ഫോമുകൾ, അവർക്ക് വിമർശിക്കാൻ, പ്രതികരിക്കാൻ, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ആധുനിക കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന മീഡിയകൾ കണ്ടുപിടിച്ച ജൂതന് അള്ളാഹുവിന്റെ ശാപവും കോപവും ഏറ്റിട്ടില്ലെന്നാണോ? നമ്മള് വെളിപാടിന്റെ പടവുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ അതിജീവനത്തിന്റെ മാർഗത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളും കാലാനുവർത്തികളായിരിക്കണം. അപ്പോ മനുഷ്യന് മതത്തിന്റെ പേരിൽ സ്വന്തം സഹജീവിയുടെയോ സഹോദരന്റെയോ കഴുത്തു വെട്ടാനോ അവനെ വെറുക്കാനോ അകറ്റി നിർത്താനോ നമ്മുടെ മതമോ മതഗ്രന്ഥമോ നിഷ്കർഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു മതം പറയാമോ? കാരുണ്യവാനായ ഒരു രക്ഷിതാവ് മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ട് ഒരു വിഭാഗം ആളുകളെ അള്ളാഹു സ്വർഗത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ട് അവർക്ക് സന്മാർഗം നൽകുകയും മറുവിഭാഗത്തെ നരകത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ട് ദുർമാർഗം നൽകുകയും ചെയ്യുന്ന ഈ അള്ളാഹുവിനെ നിങ്ങൾ നീതിമാൻ എന്ന് വിളിക്കുമോ? അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ന മതം ഇന്ന് പബ്ലിക്കിൽ വിചാരണ നേരിടുന്നത്. അവിടെയാണ് നമ്മൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലേക്ക് തിരിയേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മതം, യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു മതം, ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്ന ഒരു മതം, മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ലോകം മുഴുവനും ഇസ്ലാം മാത്രമാക്കി മാറ്റുക എന്ന് ഉത്തരവിടുന്ന ഒരു മതം, ഒരു പടച്ചോൻ. ഒരു കാര്യം ഉറപ്പാണ്, ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ അള്ളാഹുവിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു ചെറിയ കുട്ടിയുടെ മുമ്പിൽ പോലും ഈ അള്ളാഹുവിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ യുക്തിബോധവും ശാസ്ത്ര ചിന്തയും സ്വതന്ത്ര ചിന്തയും മതചിന്തയും മാനവിക ചിന്തയും മനുഷ്യത്വവും ജനാധിപത്യവും നീതിബോധവും കാരുണ്യവും ദയയും സ്നേഹവും എല്ലാം ഇവിടെ വിചാരണ ചെയ്യപ്പെടും. സ്വന്തം ജനതയ്ക്ക് കരുത്തു പകരുകയും സ്വന്തം ജനതയെ രക്ഷപ്പെടുത്തുകയും മറ്റ് ജനതകളെ, അതായത് അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ അവരുടെ മനസ്സിൽ ഭയമിട്ട് കൊടുക്കുകയും അവരെ നിരാശരാക്കി ഞാൻ മടക്കിക്കോളാം എന്ന് സ്വന്തം ജനതയോട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അള്ളാഹുവിനെ നിങ്ങൾ എന്തെന്ന് പറയും? എങ്ങനെയാണ് ഇസ്ലാമിൽ മനുഷ്യർ തുല്യരാകുന്നത്? ഇസ്ലാം മതം ഒരിക്കലും മനുഷ്യനെ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രമേ അവർ അംഗീകരിക്കൂ. ഇത് എന്ത് തരത്തിലുള്ള പടച്ചോനാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പലപ്പോഴും വിശ്വാസികൾ പറയുന്നു, പടച്ചോനെ വിമർശിക്കുന്നു, പടച്ചോനെ. ഇതെന്റെ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളാണ്.
ഇപ്പൊ അള്ളാഹുവിന് ഫേക്ക് ഐ ഡി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? പ്രവാചകനാണ് ആ ഫേക്ക് ഐ ഡി. പ്രവാചകന്റെ ഫേക്ക് ഐ ഡി ആണ് അള്ളാഹു. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നിങ്ങൾ ഖുർആനും ഹദീസും വായിച്ചു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പടച്ചോൻ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും കടലും കരയും പകലും രാത്രിയും ഇക്കാണുന്ന മുഴുവനും സൃഷ്ടിച്ച ആ അള്ളാഹു പ്രവാചകന്റെ അടുക്കളയിലേക്കാണ് അള്ളാഹുവിന്റെ കണ്ണ്. എന്തു ചെയ്യും? അതെ, പ്രവാചകൻ ക്ഷണിക്കാതെ നിങ്ങളാരും അടുക്കളയിലേക്ക് വലിഞ്ഞു കയറി വരണ്ട, നബിയുടെ വീട്ടിലേക്ക് വരണ്ട, ഇനി എന്തെങ്കിലും തിന്നാലോ പെട്ടെന്ന് സ്ഥലം വിട്ടോണം കേട്ടോ എന്ന് നബിക്ക് പറയാൻ ലജ്ജയായതുകൊണ്ട് അത് അള്ളാഹു പറയുവാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫേക്ക് ഐ ഡി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അള്ളാഹു എന്ന ഫേക്ക് ഐ ഡിയെ ഉപയോഗപ്പെടുത്തി നബിക്ക് പറയാനുള്ളത് നബി അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിശ്വാസികൾ മൊത്തവും എന്റെ നേരെ കുരച്ച് ചാടിയിട്ട് കാര്യമില്ല. ലോകം മുഴുവനും ഇസ്ലാം എന്ന മതത്തെയും ആ മതം മുന്നോട്ട് വെക്കുന്ന ആശയത്തെയും ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട്? അതിനകത്ത് ഒരുപാട് ജനാധിപത്യ വിരുദ്ധതകൾ ഉള്ളത് കൊണ്ടാണ്. ഒന്ന്. രണ്ട്, മറ്റു മതങ്ങളെ പോലെയല്ല ഈ മതം പരിഷ്കരിക്കാൻ തയ്യാറാകുന്നില്ല. മൂന്ന്, ഇസ്ലാം മതം ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ഇസ്ലാമിലുള്ളതുപോലെ സ്വയം പൊട്ടിത്തെറിക്കുന്ന ഒരു തീവ്രവാദം, മറ്റ് അമുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഭീകരത മറ്റെങ്ങും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിനകത്തുള്ള വിവരക്കേടുകൾ, വിഡ്ഢിത്തങ്ങൾ എളുപ്പമാണ് ഏതൊരാൾക്കും തിരിച്ചറിയാൻ. എതിരാളികളെ മുഴുവനും വാളിനിരയാക്കാൻ പറയുന്ന ഒരു കാരുണ്യവാനായ, എല്ലാത്തിനും സാധിക്കുന്ന അദൃശ്യജ്ഞാനിയായ ഒരു അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാകുന്നു? ഈ ഇസ്ലാമിന്റെ നിഷ്ഠകൾ പാലിച്ച് അള്ളാഹു പറഞ്ഞ കർമ്മങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന എത്ര മുസ്ലിങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? കുറവല്ലേ? വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇസ്ലാം പരിഹരിക്കപ്പെടണം, പരിഷ്കരിക്കപ്പെടണം. ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അത് അപ്ഡേറ്റ് ചെയ്യപ്പെടണം, റെഡ്യൂസ് ചെയ്യപ്പെടണം, വിമർശിക്കപ്പെടണം, വിചാരണ ചെയ്യപ്പെടണം. നന്ദി.